നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊട്ടാരക്കരയിൽ ഗ്യാസ് ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർക്ക് പരിക്ക്. MC റോഡിലായിരുന്നു അപകടം. ഇരുമ്പ് പാലത്തിന്റെ പുതിയ പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധ ശല്യം. സംഘർഷങ്ങളും പതിവെന്ന് നാട്ടുകാർ. രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നതും പതിവ്. ദേവീമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ തെക്കുംഭാഗം പനിക്കത്തോടിൽ ദേവീക്ഷേത്രത്തിൽ താലപ്പൊലി ഘോഷയാത്ര. അൻപൊലിപ്പറകളും നാണയപ്പറകളും സമർപ്പിച്ച് ഭക്തർ പനിക്കത്തോടിൽ അമ്മയെ വരവേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടാരക്കരയിൽ ഗ്യാസ് ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 2 മണിയോടെ പനവേലി MC റോഡിലായിരുന്നു അപകടം. നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിന്റെ സൈഡിലേക്ക് ലോറി മറിയുകയായിരുന്നു. പരിക്കേറ്റ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി പന്നീർസെൽവത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 15 ടൺ LPG-യാണ് ടാങ്കറിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടമുണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ 4 മണിയോടുകൂടിയാണ് ഈ സൗണ്ട് ചെയ്തത്. സൈബർ എക്കോളജി ഇതിനകത്ത് പുറത്തിറങ്ങി. അയാളെ പിന്നെ ഈ ലൈനിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ അയാളെ എടുത്ത് ഹോസ്പിറ്റലിലാക്കി. ഇതേ തുടർന്ന് MC റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ടാങ്കറിന് ചോർച്ച ഉണ്ടായില്ലെങ്കിലും അഗ്നിശമന സേന എത്തി ടാങ്കറിന് മീതെ വെള്ളം തളിച്ചുകൊണ്ടേയിരുന്നു. പാരിപ്പള്ളി IOC-യിൽ നിന്നും മറ്റൊരു ടാങ്കർ എത്തിച്ച് ഗ്യാസ് നീക്കി. അപകടസ്ഥിതി ഇല്ല, കാരണം അതിനകത്ത് LPG ഗ്യാസ് 18 ടണ്ണോളം LPG ഉണ്ട്. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സാണ് ഇനി നടക്കേണ്ടത്. KMM-ന് IOC-യുമായിട്ട് ടാങ്കർ ലോറി പ്രത്യേകം തരുന്നുണ്ട്. അതിനിപ്പോൾ ട്രെയിനുമായിട്ട് വന്നതിന് ശേഷം അത് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ. നിലവിൽ അപകടസ്ഥിതിയൊന്നുമില്ല. അപകടത്തെ തുടർന്ന് സമീപത്തെ വൈദ്യുതി ബന്ധങ്ങളും വിച്ഛേദിച്ചിരുന്നു. കൊട്ടാരക്കര ആയൂർ MC റോഡ് വഴിയുള്ള ഗതാഗതം വെട്ടിക്കവല വഴി തിരിച്ചുവിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊട്ടിയം ദേശീയപാതയിൽ ലോറി കുഴിയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. ദേശീയപാതയോരത്ത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള കുഴിയിലേക്കാണ് ലോറി മറിഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെ കൊട്ടിയം ESI ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇവിടെ പല ഭാഗത്തും റോഡുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇത്തരത്തിലെടുത്ത ഒരു കുഴിയിലേക്കാണ് ലോറി മറിഞ്ഞത്. അപകട മുന്നറിയിപ്പ് ഫലകങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ESI ജംഗ്ഷൻ മുതൽ പറക്കുളം വരെ സുരക്ഷാ മാനദണ്ഡം ശരിയായി പാലിക്കാതെയാണ് പണി പുരോഗമിക്കുന്നതെന്ന് ആരോപണമുണ്ട്. അപകടത്തിൽപ്പെട്ട ലോറി കാലിയായിരുന്നു. ഇരുചക്രവാഹനങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ഇതുവഴി കടന്നു പോകാൻ, ഇല്ലെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിക്കും. റോഡിന്റെ സൈഡിൽ സിമന്റ് ബാരിക്കേഡോ മറ്റോ വെച്ച് മറച്ചില്ല എങ്കിൽ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. ലോക ഹോമിയോപ്പതി ദിനാചരണം നടത്തി. ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രസ് ക്ലബ്ബ് കോൺഫറൻസ് ഹാളിലാണ് ദിനാചരണം നടത്തിയത്. ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതശൈലി രോഗങ്ങൾക്കും ഹോമിയോപ്പതി ചികിത്സ വളരെ ഫലപ്രദമാണെന്ന് ഡോക്ടർ N. ഷാജി ലോക ഹോമിയോപ്പതി ദിനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹം കൂടുതൽ സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ഹാനിമാൻസ് ഡേ സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. ഹോമിയോപ്പതി ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അഫ്സലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ മുഹമ്മദ് ഷാഫി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ പരിമൾ ചാറ്റർജി മുഖ്യ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ CITU തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മാവേലിക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ നടന്നത്. പോരുവഴി പുളിത്തിട്ട ജംഗ്ഷനിലായിരുന്നു കൺവെൻഷൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി CA അരുൺകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കൺവെൻഷൻ.
പോരുവഴി പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയാണ് കൺവെൻഷൻ നടത്തിയത്. പോരുവഴി പുളിന്തിട്ട ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച കൺവെൻഷന്റെ ഉദ്ഘാടനം CPM ശൂരനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി PV സത്യദേവൻ നിർവഹിച്ചു. മോദി ഭരണത്തിൽ പാവപ്പെട്ടവന് നൽകുന്ന ഗ്യാസിന്റെ വില പോലും വർദ്ധിപ്പിച്ച് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിച്ച് മോദി വീടില്ലാത്തവന് വീട് നൽകാതെ കക്കൂസ് നൽകുന്ന സമീപനമാണ് കാഴ്ചവെച്ചതെന്നും കക്കൂസിൽ കിടന്ന് ഉറങ്ങാനാണ് മോദി ആഹ്വാനം ചെയ്തതെന്നും സത്യദേവൻ പറഞ്ഞു. കക്കൂസില്ലാത്തവർക്ക് കക്കൂസ് നിർമ്മിച്ചു കൊടുക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ദയനീയാവസ്ഥ എത്രമാത്രമാണ്. ഈ കേരളത്തിൽ ഈ കക്കൂസില്ലാത്ത വീടുകളുണ്ട്. നമ്മുടെ വീടുകളിൽ അകത്തും പുറത്തുമുണ്ട്, ഇല്ലേ? നമ്മുടെ വീടുകളിൽ അകത്തും പുറത്തുമുണ്ട്. ശൗചാലയമില്ലാത്ത ഒരു നാടാണ് ഭാരതനാട്. അവരോടൊപ്പം അവരുടെ പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കുന്ന വെളുംപുരയിടങ്ങളിലാണ്. നമ്മൾ എത്ര വേഗം മാറിയത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ നിന്നാണ്. പോരുവഴി പടിഞ്ഞാറ് മേഖല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ N പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ പ്രിയൻകുമാർ, 17-ാം വാർഡ് ജനപ്രതിനിധി ബിനു I നായർ, സന്തോഷ് പുത്തലത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഇരുമ്പ് പാലത്തിന്റെ പുതിയ പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധ ശല്യം വർദ്ധിക്കുന്നു. ദിവസവും രാത്രിയിൽ ഇവിടെ മദ്യപാനവും അടിപിടിയും നടക്കാറുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. കൂടാതെ രാത്രിയുടെ മറവിൽ മാലിന്യം കൊണ്ട് തള്ളുന്നതും നിത്യസംഭവമായി മാറി. കൊല്ലം കോർപ്പറേഷന്റെ താമരക്കുളം ഡിവിഷൻ പരിധിയിൽ വടക്കും ഭാഗത്തെ പുതിയ ഇരുമ്പുപാലത്തിന് താഴെയാണ് സാമൂഹ്യവിരുദ്ധർ സന്ധ്യ കഴിഞ്ഞാൽ കൂട്ടം ചേരുന്നത്. ഇവിടെ ലഹരി ഉപയോഗവും പതിവാണെന്ന് സമീപവാസികൾ പറയുന്നു. കൊല്ലംതോട് കടന്നുപോകുന്ന പാലത്തിനടിയിലാണ് ഈ സാമൂഹ്യവിരുദ്ധർ തമ്പടിക്കുന്നത്. നഗരഹൃദയത്തിലാണെങ്കിലും ഈ പ്രദേശം പെട്ടെന്നാർക്കും കാണാൻ കഴിയാത്തതും സാമൂഹ്യവിരുദ്ധർക്ക് അനുഗ്രഹമാകുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ വാഹനങ്ങളിലും മറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീടുകളിലും മറ്റും മുറിച്ചുമാറ്റുന്ന മരത്തിന്റെ ശിഖരങ്ങൾ ഉൾപ്പെടെ പാലത്തിന്റെ അടിഭാഗത്താണ് കൊണ്ടു തള്ളുന്നത്. അനാശാസ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഇവിടം. സന്ധ്യമയങ്ങിയാൽ ഇതുവഴിയുള്ള യാത്ര പേടി സ്വപ്നമാണെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഇവർ മറ്റു വഴികളെ ആശ്രയിച്ചാണ് വീടുകളിലെത്തുന്നത്. പാലത്തിൻ്റെ അടി രാത്രി കാലങ്ങളിൽ വലിയ വലിയ വണ്ടിക്കകത്ത് അവരവരുടെ വീടുകളിൽ വെട്ടുന്ന മരങ്ങളും മരച്ചില്ലകളും മുട്ടം കടികളുള്ള എല്ലാ വേസ്റ്റുകളും കൊണ്ടുവന്ന് രാത്രി കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് തള്ളുക. ആരും കാണുന്നില്ല. കൊണ്ടുവന്ന് തള്ളിയിട്ട് അവരങ്ങ് പോകും. ഇപ്പം കഴിഞ്ഞ മാസം തന്നെ മേയർ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തായിരുന്നു. അന്നേരം തന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇവിടെ കുറേ ആൾക്കാർ പകൽ വന്ന് കുത്തിയിരിക്കുകയും അവരുടെ വികാരങ്ങളെ കണക്ക് നോക്കി ചെയ്തുകൊണ്ട് അവർ ചെയ്തൊരു പണിയാണിത്. ഇത് കത്തി. ഇപ്പോൾ അപ്പുറത്തൊക്കെ ഓരോ വീടുകളുണ്ട്. തൊട്ടടുത്ത് കാണുന്ന വീട്ടിൽ അദ്ദേഹം ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. കത്തി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എമർജൻസി മേയറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഫയർഫോഴ്സിനായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ അവരെത്തുകയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എത്തുകയും ചെയ്തു. ഉടനെ തന്നെ അത് അണയ്ക്കാനും സാധിക്കും. വെളിച്ചമില്ലാത്തതിനാൽ സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ കൂരിരുട്ടാണ്. ഇതും സാമൂഹ്യവിരുദ്ധ സംഘങ്ങൾക്ക് ഗുണമാകുന്നു. കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് പാലത്തിനടിയിലെ മാലിന്യങ്ങൾക്ക് ആരോ തീയിട്ടു. ഇതിന് തൊട്ടടുത്തായി നിരവധി വീടുകളാണുള്ളത്. തീയും പുകയും ഉയരുന്നത് കണ്ട് യാത്രക്കാർ അഗ്നിശമന സേനയെ വിവരമറിയിച്ചു. ചാമക്കടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ കെടുത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പാലത്തിന്റെ ഈ ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ ശക്തമായ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നാണ് പൊതുവെ ഉയർന്നുവരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. NDA കുണ്ടറ മണ്ഡലം കൺവെൻഷൻ നടത്തി. ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം മണ്ഡലം NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ നടത്തിയത്. 370-ാം വകുപ്പ് റദ്ദ് ചെയ്ത് വെല്ലുവിളി ഏറ്റെടുത്ത മോദിക്ക് രാജ്യം വീണ്ടും അവസരം നൽകാൻ കാത്തിരിക്കുകയാണെന്ന് NDA കുണ്ടറ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു പറഞ്ഞു. ചെറുമൂട് ജംഗ്ഷനിലായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മോഡിയെ പിന്തുണയ്ക്കാൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പ്രതിനിധി ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇതൊക്കെ പൂർത്തിയാക്കാൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ വലിയ സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിച്ചു. നമ്മുടെ ഈ റോഡുകൾ, നാഷണൽ ഹൈവേ റോഡുകളുടെ വികസനം നിങ്ങൾ നേരിട്ട് കാണുകയില്ലേ? അതുപോലെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ എയിംസ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് 7 ആയിരുന്നു. ഇപ്പൊ അത് 21 ഒരു 25ാമത്തെ എയിംസ് കൊല്ലത്ത് വേണോ എന്ന് ആലോചിച്ചു. വേണമെങ്കിൽ കൃഷ്ണകുമാർ ജയിക്കണം, ഇല്ലെങ്കിൽ കിട്ടാൻ പോകുന്നില്ല. പ്രേമേന്ദ്രൻ ജയിച്ചാലും കിട്ടാൻ പോകുന്നില്ല, മുകേഷ് ജയിച്ചാലും കിട്ടാൻ പോകുന്നില്ല. ഇത് ജനം ആലോചിക്കണം. വേണമെങ്കിൽ കിട്ടും. കാരണം അങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിച്ചാൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ആ പുതിയൊരു എയിംസ് കൊല്ലത്ത് കൊടുക്കും.
സമ്മേളനത്തിൽ BJP ദക്ഷിണമേഖലാ പ്രസിഡന്റ് കെ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. BJP ദേശീയ കൗൺസിൽ അംഗം MS ശ്യാംകുമാർ, സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ, മണ്ഡലം ഇൻചാർജ് AG ശ്രീകുമാർ, വെള്ളിമൺ ദിലീപ്, ഇടവട്ടം വിനോദ, ബൈജു പുതുച്ചിറ, സതീഷ് കുമാർ, സന്തോഷ്, കല്ലടദാസ്, നെടുമ്പന ശിവൻ, ചിറക്കോണം സുരേഷ്, സുരേഷ് ബാബു, സനൽ മുകളുവിള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വിഷുക്കാലം നാടോടി ശില്പികൾക്കും നേട്ടത്തിന്റെ കാലമാണ്. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തി കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കുന്നവർ ഏറെയാണ്. ഇത്തരത്തിൽ കൃഷ്ണവിഗ്രഹം വിൽക്കുന്നവരെ നമ്മുടെ തെരുവുകളിൽ കാണാം. വിഷുക്കാലത്ത് മലയാളിക്ക് കണിയൊരുക്കുമ്പോൾ കൃഷ്ണവിഗ്രഹവും കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ വിഷുക്കാലം കൃഷ്ണവിഗ്രഹങ്ങൾക്കും ഏറെ പ്രാധാന്യമുള്ള കാലമാണ്. രാജസ്ഥാൻ സ്വദേശിയായ പന്നാറാമും കുടുംബവും കഴിഞ്ഞ 10 വർഷമായി ഓച്ചിറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കാനായി എത്തുന്നുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ വിഗ്രഹങ്ങൾ തീർത്ത തെരുവോരങ്ങളിൽ വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ശ്രീകൃഷ്ണന്റെ പല രൂപത്തിലും നിറങ്ങളിലുമുള്ള വിഗ്രഹങ്ങളുമായാണ് ഇവരുടെ കച്ചവടം. 100 രൂപ മുതൽ 500 വരെയാണ് കൃഷ്ണവിഗ്രഹങ്ങളുടെ വില. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കാറുണ്ടെന്ന് പന്നാറാം പറയുന്നു. राजस्थान इधर में कचौड़ा कृष्णा छोटा वाला 100, बड़ा वाला 500. पश्चिम वर्षम इधर केरला कचौड़ा. വിഷുക്കാലത്ത് വിഗ്രഹങ്ങൾക്ക് ഏറെ ഡിമാൻഡാണെന്നും കൃഷ്ണവിഗ്രഹങ്ങൾ ഏറെ വിറ്റുപോകാറുണ്ടെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ വിജയത്തിനായി കരുനാഗപ്പള്ളിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു. മന്ത്രി സജി ചെറിയാൻ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി വെസ്റ്റ് കല്ലുമുട്ടിൽ കടവിന് സമീപം ചേർന്ന പൊതുയോഗത്തിൽ ഷാജി അധ്യക്ഷനായിരുന്നു. P. പുഷ്പാങ്കദൻ സ്വാഗതം പറഞ്ഞു. LDF നേതാക്കളായ MS താര, സൂസൻ കോടി, PR വസന്തൻ, PK ജയപ്രകാശ്, V. ദിവാകരൻ, KS ഷറഫുദ്ദീൻ മുസ്ലിയാർ, M. സുരേഷ് കുമാർ, വിജയമ്മ ലാലി, മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു, ഇന്ദുലേഖ, പുഷ്പാങ്കദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടതുപക്ഷത്തിനെതിരായില്ല എന്ന് മാത്രമല്ല, അവർ ജനങ്ങൾ ഇടതുപക്ഷത്തിൽ ചേർത്ത് പിടിച്ചു. കാരണം അവർക്ക് ഇടതുപക്ഷത്തെ വിശ്വാസം വലിയൊരു പ്രതിസന്ധിയാണ് നമ്മൾ അതിജീവിച്ചത്. അതുകൊണ്ട് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്ത BJP ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പാടില്ല. ഇത് നമ്മുടെ ഒരു അഭിമാന പ്രശ്നമാണ്. ആത്മാഭിമാനമുള്ള മലയാളി ഇതിന് ശക്തമായി പ്രതികരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സ്റ്റേറ്റിനോട് കാണിച്ച ക്രൂരമായ വേണ്ടയാണ്. ഇപ്പൊ 42,000 കോടി രൂപ ഈ വർഷം നമുക്ക് കടമെടുക്കാനുള്ള അവകാശം. കടമെടുക്കുക എന്ന് പറയുന്നത് ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3%. അത് 2.5 വെട്ടിക്കുറച്ചു. ഇപ്പൊ നമുക്ക് 42,000 പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് പിടിക്കുന്ന മുഴുവൻ വിഹിതവും കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടും. കാരണം കിഫ്ബി വഴി എടുത്ത പണത്തിന് പൊതുകടമായി, പെൻഷൻ കമ്പനിയുടെ പണം പൊതുകടമായി. ഈ വരുന്ന ഒരു വർഷം കേരളം എങ്ങനെ മുന്നോട്ട് പോകുന്ന ആശങ്കയാണ്. നികുതി വരുമാനത്തിൽ നമുക്കുള്ള നികുതി പിരിവിൽ വലിയ വർധനവ് സംസ്ഥാനം നടത്തി. അപ്പൊ പരിമിതിയില്ലേ? കാരണം നീതിയുടെ കേന്ദ്ര ഗവൺമെന്റ് കഴിച്ചോളൂ. റോഡും മദ്യവും കഴിച്ചാൽ നമുക്കൊന്നുമില്ല. എല്ലാ കാശും ടാക്സ്. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ അഴീക്കൽ, കുരിശടി ജംഗ്ഷൻ, വെള്ളനാതുരത്ത്, കുലശേഖരപുരം സൗത്തിലെ ആലോചനാമുക്ക്, ക്ലാപ്പന, പട്ടശ്ശേരിമുക്ക് തുടങ്ങിയ കേന്ദ്രങ്ങളിലും പൊതുയോഗങ്ങൾ നടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളായ PK ബാലചന്ദ്രൻ, PB സത്യദേവൻ, C രാധാമണി, R സോമൻപിള്ള, S ശ്രീകുമാർ, കടത്തൂർ മൻസൂർ, B ഗോപൻ, അബ്ദുൽ സലാം അൽഹന, ഷിഹാബ് എസ് പൈനിമൂട്, സദാനന്ദൻ കരിമ്പാലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറയിൽ LDF കുടുംബയോഗം നടത്തി. ആലപ്പുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് യോഗം ചേർന്നത്. ഓച്ചിറ പടിഞ്ഞാറ് മേഖലയുടെ നേതൃത്വത്തിലാണ് കുടുംബയോഗം നടത്തിയത്. ആലപ്പുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഓച്ചിറയിൽ കുടുംബയോഗം ചേർന്നത്. ഓച്ചിറ പടിഞ്ഞാറ് മേഖലയിൽ സംഘടിപ്പിച്ച കുടുംബയോഗം മുൻ മന്ത്രിയും CPM നേതാവുമായ G സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ തവണ 10,500 വോട്ടുകളുടെ ഭൂരിപക്ഷമാണല്ലോ സഖാവായിരിക്കും. പക്ഷേ ഇടതുപക്ഷത്തിന്റെ വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉരുക്കുകോട്ടായ കരുനാഗപ്പള്ളിയിൽ നമുക്ക് 10,000 വോട്ട് കുറവായി. അതങ്ങനെ സാധാരണ സംഭവിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി ജയിച്ചപ്പോഴും നമുക്ക് ഇവിടെ കുറവായിരിക്കും. തൊട്ടടുത്ത കാര്യങ്ങളും 5,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയേച്ചു. ഇത്തവണ ആ പോരായ്മ മാറ്റി നല്ലൊരു ഭൂരിപക്ഷത്തിലേക്ക് ആയിരിക്കണം നയിക്കണം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ ആർജവും ത്യാഗസുരഭിലമായ പാരമ്പര്യവും എല്ലാ സമുദായങ്ങളിലും മതങ്ങളിലും എല്ലാം അതീതമായി നമ്മുടെ സ്വാധീനം കാലത്തിന്റെ ചരിത്രപരമായി തന്നെ മികച്ച വിജയമായി ഇപ്പോൾ കൊടുക്കണമെന്നാണ്.
അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പി ബിന്ദു, സൂസൻ കോടി, ആർ സോമൻപിള്ള, പി കെ ബാലചന്ദ്രൻ, പി ബി സത്യദേവൻ, എസ് കൃഷ്ണകുമാർ, കടത്തൂർ മൻസൂർ, കെ സുഭാഷ്, ബാബു കൊപ്പാറ, സുരേഷ് നാരായണത്ത്, ആർ ഡി പത്മകുമാർ, ലളിത ശിവരാമൻ, ഗീതാകുമാരി, എച്ച് ഷാജിലാൽ, കബീർ എൻസൈൻ, എ അജുമൽ, സന്തോഷ് ആനേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം പാവുമ്പയിൽ നടത്തി. മുൻമന്ത്രി ജി സുധാകരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പാവുമ്പ കാളിയൻചന്തയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. മുൻമന്ത്രിയും CPM നേതാവുമായ ജി സുധാകരൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷനിൽ 400+ സീറ്റ് കിട്ടുമെന്നാണ് മോഡിജി പറയുന്നത്, പ്രൈം മിനിസ്റ്റർ. അതായത് 400 സീറ്റ് കിട്ടുമല്ലോ. ഇപ്പോൾ 300+ ആണ് മുന്നുമല്ല പറയാം. ഈ അവകാശവാദവും ഇവിടുത്തെ മാധ്യമങ്ങൾ കുറച്ച് നാൾ ആഘോഷിച്ചു. പക്ഷെ അതേ മാധ്യമങ്ങൾ ഇപ്പോൾ BJPയുടെ സ്വാധീനം കുറയുന്നതായി കഴിഞ്ഞ ഒരു മാസമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച്. കാരണം BJP എടുത്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിശൂന്യമായ നയപരമായ നിലപാടുകൾ രാജ്യത്തെ ജനങ്ങളെ സംശയാകുലരാക്കിയിട്ടുണ്ട്, രോഷാകുലരാക്കിയിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് വിശ്വാസമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എടുക്കാൻ പാടില്ലാത്ത നയവൈകല്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു BJPക്ക്. അവർക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും കൂടി 30-ൽ കുറയാത്ത യൂണിറ്റുകളുണ്ട്. അത് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് 7 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പാടുന്നത്. പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പൊതുസമ്മേളന സ്ഥലത്തേക്ക് എത്തിയത്. LDF നേതാക്കളായ PB സത്യദേവൻ, ആർ സോമൻപിള്ള, കടത്തൂർ മൻസൂർ, കൃഷ്ണകുമാർ, ആർ അമ്പിളിക്കുട്ടൻ, മധുമാവൂലിൽ, ശൈലജ സന്തോഷ്, സരസൻ, സുരേഷ് കുമാർ, കടമ്പാട്ട് ഗോപാലകൃഷ്ണൻ, സന്തോഷ്, ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. ദേവീമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ തെക്കുംഭാഗം പനക്കത്തോടിൽ ദേവീക്ഷേത്രത്തിൽ താലപ്പൊലി ഘോഷയാത്ര. അൻപൊലിപ്പറകളും നാണയപ്പറകളും സമർപ്പിച്ചാണ് പനക്കത്തോടിൽ അമ്മയെ ഭക്തർ വരവേറ്റത്. പാവുമ്പ ദേവീപീഠത്തിൽ 2 ക്ഷേത്രത്തിലെ ദേവിമാർ ഒത്തുചേർന്ന കാഴ്ച ദർശിച്ച് ഭക്തർ സായൂജ്യരായി. ചവറ തെക്കുംഭാഗം പനക്കത്തോടിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പനക്കത്തോടിലമ്മ നാടുകാണാനിറങ്ങി. ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ഭക്തരാണ് താലപ്പൊലിയുമായി ദേവിക്ക് അകമ്പടിയേകിയത്. ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ മേൽശാന്തി ഓമനക്കുട്ടൻ നമ്പൂതിരി കലമാൻ കൊമ്പിൽ കന്യാവിനെ കൊണ്ട് ഒരു വശം പിടിപ്പിച്ച് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭക്തർ വായ്ക്കുലവയിട്ട് ദേവിയെ എതിരേറ്റു. താലപ്പൊലി കടന്നുപോയ സ്ഥലങ്ങളിൽ നിലവിളക്ക് കൊളുത്തി ഭക്തർ ദേവിപ്രീതിക്കായി അൻപൊലിപ്പറകളും നാണയപ്പറകളും സമർപ്പിച്ചു. നടുവത്തുചേരിയിലുള്ള പൊന്നോടിയിൽ, അഴകത്ത്, കുളങ്ങരവെളി ദേവീപീഠം, വടക്കുഭാഗം പള്ളത്താഴത്ത്, ചാവടി, പാവുമ്പ ദേവീപീഠം എന്നിവിടങ്ങളിലെത്തിയ ശേഷം മാലിഭാഗം കിഴക്കേക്കരയിൽ കൂടി പനവിള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വഴി ഉദയാദിത്യപുരം ക്ഷേത്രത്തിലെത്തി വിശ്രമിച്ചു. തുടർന്ന് പനക്കത്തോടിൽ ക്ഷേത്രത്തിലെത്തി. താലപ്പൊലി പാവുമ്പ ദേവീപീഠത്തിലെത്തിയപ്പോൾ കോയിവിള പാവുമ്പ ദേവീക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങൾ, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ പാവുമ്പ ദേവീക്ഷേത്രത്തിലെ കന്യാവുമായി എഴുന്നള്ളി. പാവുമ്പ ദേവീപീഠത്തിൽ 2 ക്ഷേത്രങ്ങളിലെയും ദേവിമാർ ഒത്തുചേർന്ന കാഴ്ച കാണാൻ ഒട്ടേറെ ഭക്തരാണ് എത്തിയത്. പനക്കത്തോടിൽ ക്ഷേത്രത്തിലെ താലപ്പൊലിക്കുള്ള കന്യാവായി തെരഞ്ഞെടുത്തത് അനശ്വര സന്തോഷിനെയും പാവുമ്പ ക്ഷേത്ര കന്യാവായി തെരഞ്ഞെടുത്തത് മഹിമ മണിക്കുട്ടനെയുമായിരുന്നു. ശ്രീ പനക്കത്തോടിൽ ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിൻ്റെ ആചാരത്തോട് അനുബന്ധിച്ച് തന്നെയുള്ളതാണ് കോയിവിള പാവുമ്പ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം. പനക്കത്തോടി ദേവീക്ഷേത്രത്തിലെ പോലെ തന്നെ ഇവിടെയും 5-നും 10-നും ഇടയിലുള്ള ഒരു ബാലികയെ കന്യാവായി തിരഞ്ഞെടുത്ത് കോയിവിള പാവുമ്പയിലെ 4 കരകളിലും സഞ്ചരിച്ച് പാവുമ്പയിലെത്തുകയും അവിടെ നിന്നും ദേവീപീഠത്തിലെത്തി ഇരു ദേവിമാരും തമ്മിൽ സംഗമിച്ച് ക്കുന്നത് വളരെ വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ്. എല്ലാവരും ഭക്തിയോടുകൂടി, വളരെ ഭക്തിയോടുകൂടി കാണുന്ന ഒരു മഹത്തായ നിമിഷമാണ് ദേവീ സംഗമം.
ദേവീ സംഗമത്തിൽ രണ്ട് ദേവിമാരെയും പരസ്പരം കെട്ടിപ്പിടിച്ച് മാലയിട്ട് ചെയ്യുന്ന നിമിഷം എന്നൊക്കെ പറയുന്നത് വളരെ ഭക്തിസാന്ദ്രമായ നിമിഷമാണ്. അത് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദേവി പീഠത്തിൽ എത്തിച്ചേരുന്നത്. താലപ്പൊലിക്ക് പ്രസിഡന്റ് ടി രാജേന്ദ്രൻ പിള്ള, സെക്രട്ടറി ബി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. ഓച്ചിറ മഠത്തിൽ കാരായ്മ പുത്തുശ്ശേരിൽ കുടുംബക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചാണ് പൊങ്കാല നടന്നത്. ഓച്ചിറ മഠത്തിൽ കാരായ്മ പുത്തുശ്ശേരിൽ കുടുംബക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠാവാർഷികത്തിന്റെ ഭാഗമായി കലംപൊങ്കൽ നടത്തിയത്. മേൽശാന്തി ചന്ദ്രഭാനുവിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. പുരാതനമായ പുത്തുശ്ശേരി കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷികവും തിരുവുത്സവവും വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന പ്രതിഷ്ഠാവാർഷികവും തിരുവുത്സവവും ഇക്കൊല്ലത്തെ മീന രോഹിണിയോടുകൂടി പൂർവാധികം ഭംഗിയായി നടത്തുവാൻ നിശ്ചയിച്ചിരുന്നതിൻ്റെ ഭാഗമായി ഭദ്രാഭഗവതിയുടെ ഇഷ്ടവഴിപാടായ പൊങ്കാല നിവേദ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിലെ പ്രാചീന കാലത്തെ ഏറ്റവും പ്രധാന ചടങ്ങായ കളവെഴുത്തും പാട്ടും 27 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആരംഭിക്കുകയാണ്. രാത്രി 9 മണിയോടുകൂടിയാണ് കളവെഴുത്തും പാട്ടും. രാവിലെ 8-ന് ഭഗവതിക്ക് കലംപൊങ്കലിനു ശേഷം കലശപൂജ, കലശാഭിഷേകം എന്നിവയും നടന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷിക ചടങ്ങുകൾക്ക് വെട്ടിക്കോട്ട് മേപ്പള്ളിൽ ശ്രീവത്സലൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരുനാഗപ്പള്ളി തൊടിയൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന സപ്താഹയജ്ഞം സമാപിച്ചു. അവവൃത സ്നാന ഘോഷയാത്രയോടെയാണ് യജ്ഞം സമാപിച്ചത്. തൊടിയൂർ വടക്ക് മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിൽ മേടവിഷു മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നുവന്ന സപ്താഹയജ്ഞത്തിന് സമാപനമായി. അവഭൃത സ്നാന ഘോഷയാത്രയോടെയാണ് യജ്ഞം സമാപിച്ചത്. യജ്ഞസമർപ്പണം, ആചാര്യദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം എന്നിവയ്ക്ക് ശേഷമായിരുന്നു അവഭൃത സ്നാന ഘോഷയാത്ര നടന്നത്. തുടർന്ന് അന്നദാനവും നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊട്ടാരക്കരയിൽ ഗ്യാസ് ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർക്ക് പരിക്ക്. MC റോഡിലായിരുന്നു അപകടം. ഇരുമ്പ് പാലത്തിന്റെ പുതിയ പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധ ശല്യം. സംഘർഷങ്ങളും പതിവെന്ന് നാട്ടുകാർ. രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നതും പതിവ്. ദേവീമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ തെക്കുംഭാഗം പനിക്കറ്റോടിൽ ദേവീക്ഷേത്രത്തിൽ താലപ്പൊലി ഘോഷയാത്ര. അൻപൊലിപ്പറകളും നാണയപ്പറകളും സമർപ്പിച്ച് ഭക്തർ പനിക്കറ്റോടിൽ അമ്മയെ വരവേറ്റു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.